കൊട്ടാരക്കര കൊല്ലം KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്കുണ്ടായ മോശ അനുഭവം. കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. KSRTC ബസ്സിൽ താൻ ലൈംഗികാതിക്രമണത്തിനിരയായി എന്ന് ആരോപിച്ച് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു പെൺകുട്ടി പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ. എന്നാൽ ഈ സംഭവം ഇപ്പൊ വളരെയധികം വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ അടുത്തിരിക്കുന്ന വയോധികൻ തന്നോട് മോശമായി പെരുമാറി എന്നാണ് പെൺകുട്ടിയുടെ ആരോപണം. എന്നാൽ വീഡിയോ കണ്ടപ്പോൾ 99.99% ആളുകൾക്കും തോന്നിയത് ആ പ്രായമായ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നതോ തൊടുന്നതോ കൈകൾ ചലിക്കുന്നതോ ഉപദ്രവിക്കുന്നതോ ആയിട്ടുള്ള യാതൊന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ഒരു വീഡിയോ. ഇവിടെ പല ആളുകളും പറയുന്നുണ്ട്, ചേച്ചി ഈ ഒരു വീഡിയോയിൽ മാത്രം മാസ്ക് ഇട്ടുന്നു, ബാക്കിയുള്ള ഒരു വീഡിയോയിലും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ഒരു വീഡിയോയിലും മാസ്ക് പോലും ഇട്ടിട്ടില്ല, ഇത് വൈറലാകാൻ വേണ്ടി തന്നെ ചെയ്തതാണെന്ന്. ഇങ്ങനൊരു വീഡിയോ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും തൊട്ടടുത്തല്ലേ ആളിരിക്കുന്നത്, അയാൾ ഈ പെൺകുട്ടി വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ തന്നെ ഇറങ്ങി പോകുന്നതല്ലേ എന്ന്. നോ, കാണിച്ചു തരാം. ഇപ്പോൾ ഫോൺ എടുക്കുന്നു, ഫോൺ ഇപ്പോൾ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാക്കും വീഡിയോ എടുക്കുകയാണോ അല്ലേ എന്നുള്ളത്? ബാക്ക് ക്യാമറ വെച്ചിട്ട് ഫോൺ ഇങ്ങനെ ബാക്ക് സൈഡ് മുമ്പിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് വീഡിയോ എടുക്കുകയാണെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. അച്ഛനെ വെച്ച് ഒരു വീഡിയോ ചെയ്യ്, കൂടുതൽ റീച്ച് കിട്ടും. ഈ തരത്തിലുള്ള പല കമൻറ്റുകളുമാണ് ഓരോ വീഡിയോയ്ക്കും ഇപ്പം ആ കുട്ടിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സംഭവം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പെൺകുട്ടി അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ തൊട്ടടുത്തുള്ള പ്രായമായിട്ടുള്ള വ്യക്തി ഒരു അക്ഷരം പോലും സംസാരിക്കുന്നതോ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നോക്കുന്നത് പോലും കാണാൻ നമുക്ക് കഴിയുന്നില്ല. ആദ്യം തന്നെ ഞാൻ പറയാം, ഇനി ഇൻ കേസ് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്, റിയലായിട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ആ വീഡിയോ എടുത്ത സമയത്താണ് ഈ ഒരു ആള് നേരെ നോക്കിയത്, ഇങ്ങോട്ട് നോക്കാതെ നേരെ വണ്ണം നല്ല പോലെ നിന്നത് എന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ പ്രതികരിക്കേണ്ടിയിരുന്നു. എന്നിട്ട് അത് വീഡിയോ എടുത്ത് വെച്ചിട്ട് അത് തെളിവാക്കി വെച്ചിട്ട് വണ്ടി ബസ് പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായെന്ന് പറയുമ്പോൾ സ്റ്റേഷനിലേക്ക് വണ്ടി വിടാൻ പറഞ്ഞാൽ സ്റ്റേഷനിലേക്ക് വിടും. എന്നിട്ട് അവിടെ പോയിട്ട് കേസ് കൊടുത്ത് തെളിവ് വീഡിയോയിൽ കാണിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇൻസ്റ്റഗ്രാമിൽ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്തിട്ട് 5 മില്യനും 6 മില്യനും വ്യൂ ആക്കിയിട്ട് റീച്ച് ഉണ്ടാക്കുക അല്ല ചെയ്യേണ്ടത്. ഇനി നമുക്ക് കുറച്ച് വീഡിയോസുകൾ കാണാം. അയ്യോ, നൗഡേയ്സ് ഇൻ കേരള റീച്ച് ഉണ്ടാക്കാന്ന് വെച്ചാൽ ആരും കാണണേ ഇല്ല. വണ്ടിയിൽ മൊത്തം ആളാണല്ലോ, ഇനിയിപ്പൊ എവിടെ ഒന്ന് ഇരിക്കും. മാമ ഓ, ഇവിടെ ഇരുന്നോ, ഇവിടെ സ്ഥലമുണ്ട്. അയ്യോ മോളെ, കുഴപ്പമില്ല, മാമ ഇവിടെ നിന്നോളാം. അത് മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടാവൂലേ? അയ്യോ, എന്ത് ബുദ്ധിമുട്ട്, സ്വന്തം മോളെ പോലെ കണ്ടാ മതി. മാമ ഇരുന്നു. ഷോ, ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എന്ത് എളിമയാണെന്ന് നോക്കണേ. അയ്യോ, സന്തോഷമായി. മാമ ഇങ്ങോട്ട് ചേർന്നിരി, ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. സ്വന്തം മോളെ പോലെ കണ്ടാ മതി. ഓ, കുഴപ്പമില്ല മോളെ. പതുക്കെ പണി തുടങ്ങാം. ഇന്ന് എനിക്ക് ബസ്സിൽ കയറിയപ്പോൾ വളരെ മോശം അനുഭവമാണ് ഉണ്ടായത്. എൻ്റെ അടുത്തൊരു മുരട്ട് കിളവൻ വന്നിരുന്നു. ബസ്സിൽ ഒരുപാട് സീറ്റ് ഉണ്ടായിട്ടും ആ കിളവൻ തിരഞ്ഞു പിടിച്ച് എൻ്റെ അടുത്ത് തന്നെ വന്നിരുന്നു. കിളവനെ കണ്ടറിയാം കിളവന് ഞരമ്പാണെന്ന്. കിളവൻ്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് കിളവൻ ഞരമ്പാണെന്ന്. ഇപ്പം നിങ്ങൾ ആലോചിക്കും, ഞാൻ ആ സമയത്ത് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അന്ന് ആ സമയത്ത് എൻ്റെ വായിലൊരു പഴം ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല. അത് കറക്റ്റായി. ആ സമയത്ത് പ്രതികരിക്കാൻ വായിൽ പഴമായിരുന്നു. അതൊക്കെ അപ്പം പ്രതികരിച്ച് വിടേണ്ട ഒരു സംഭവമാണ്. ഇത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ട് റീച്ചാക്കി. അത് മാത്രമല്ല, വീഡിയോയിലുള്ള പ്രായമായിട്ടുള്ള വ്യക്തി ഒന്ന് അനങ്ങുന്ന, കണ്ണിൻ്റെ ഓളം അനങ്ങുന്ന പോലും ഇല്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. ഇതിൻ്റെ മുമ്പേ പല കേസുകളും നടന്നിട്ടുണ്ട്. അതിന് പല ആളുകളും പൂമാലയൊക്കെ ആയിട്ട് പോയിട്ട് രണ്ടാമത് പിടിച്ച സമയത്ത് പിന്നെ റിയലാണെന്ന് മനസ്സിലായിട്ടുണ്ട് മിക്ക ആളുകൾക്കും. ആ സമയത്തും കാരണം ഇത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇൻസ്റ്റഗ്രാമിലും അവിടെയും കൊണ്ടുപോയി ഇട്ടിട്ട് ആണ് ഈ ഒരു പ്രശ്നം വരുന്നത്. നോർമലായിട്ട് തെളിവെടുത്ത് വെച്ചിട്ട് ആ തെളിവ് കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര പ്രശ്നം വരുന്നത് ഇൻസ്റ്റഗ്രാമിൽ കൊണ്ടുപോയിട്ട് റീച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് റിയലായിട്ട് നാളെ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ പറയാൻ മടിക്കും. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പറയാണ് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. പിന്നെ അവിടെ നിന്ന് എന്താണ് സംഭവിക്കുന്നത് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മിക്ക ആളുകളും ഇത് പറയാൻ മടിക്കും. ഇങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുക, ഫോൺ ഉണ്ടെങ്കിൽ ഫോൺ എടുത്ത് വെക്കുക, ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാതെ അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം
വലിയ പ്രശ്നം വരില്ല. തെളിവുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് തെളിവില്ലാതെ പോരുത്. ഒരാൾ അനങ്ങാതിരിക്കുന്ന ഒരാളുടെ വീഡിയോ ഒക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് അത് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അലമ്പായിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയും ഒരു മിസ്റ്റേക്ക് ഉണ്ട്, മാസ്ക് വെച്ചിട്ടില്ല. മാസ്ക് വെച്ചിട്ടില്ല, കറക്റ്റാണ്. മാസ്ക് മിക്ക വീഡിയോസുകളിലും മാസ്ക് ഇല്ലാത്ത ചേച്ചി ആ വീഡിയോയിൽ മാത്രം മാസ്ക് ഇട്ട് ബസ് കയറി ജസ്റ്റ് ഒരു വീഡിയോൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ 10 രൂപ 20 രൂപ. ബസ് കയറി അപ്പുറത്തെ സ്റ്റോപ്പ് പോയി ഇറങ്ങുക, ഒരു കണ്ടൻറ്റ്. അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ബസ് കയറുക, വേറൊരു കണ്ടൻറ്റ്. ഇതിപ്പോൾ ഇവിടെ വന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായില്ലേ? ഞാൻ മാത്രമല്ല, സമൂഹം മൊത്തം ഇങ്ങനെ പറഞ്ഞ് മുദ്ര കുത്താനുള്ള റീസൺ എന്താണെന്ന് മനസ്സിലായില്ലേ? അതാണ്. നെക്സ്റ്റ് ബി ലൈക്ക് ഹരിശ്രീ അശോകൻ. റീച്ചിന് വേണ്ടി കുറേ എണ്ണം ഫോണിൽ വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ട്. ഹരിശ്രീ അശോകൻ പണ്ടേ കാണിച്ചു തന്നത് അറിയാതെ പോലും ഒരു പെണ്ണിൻ്റെ സീറ്റിൽ പോയി ഇരുന്നേക്കരുതേ എന്ന്. ഇത് മിക്ക റീൽസും ഇപ്പം വരുന്നുണ്ട്. അറിയാതെ പോലും ഇരിക്കരുത്. അത് ഇരിക്കാതിരിക്കാൻ പ്രേരിപ്പിക്കുന്ന പല റീലുകളുമാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. സമൂഹം അടിക്കും, പേടിക്കും. ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പ്രതികരിച്ചു തുടങ്ങും. അല്ലേ വേണ്ട, മാറിയിരിക്കും. ഒത്തില്ലല്ലേ, വയറിലാന്ന് നോക്കിയതാ, കഷ്ടം തന്നെ. എത്രയെങ്ങാം വീഡിയോ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അറിയോ? ഇവിടെ ഇത് വൈറലാവാൻ വേണ്ടി ചെയ്തതാണ് എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. ഇവിടെ വൈറലായിട്ടുള്ള ഒരു പാട്ട് അത് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ട് സൗണ്ട് മ്യൂട്ട് ചെയ്ത് കളഞ്ഞു. റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തതാണ് എന്നുള്ള 100% തെളിവുകളും ആ ഒരൊറ്റ റീലിൽ തന്നെ ഉണ്ട്. പിന്നെ മറ്റ് റീലുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ തെളിവുകൾ കിട്ടും. തെളിവെടുക്കാം, തെളിവെടുത്തിട്ട് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുക്കാം, എന്തും ചെയ്യാം. പക്ഷേ ഇവിടെ ഇതില്ലാത്തിടത്തോളം കാലം ഒരിക്കലും ആരും സപ്പോർട്ട് ചെയ്യില്ല. ഇനി നാളെ ഈ വീഡിയോയിൽ കാണുന്ന ചേട്ടൻ തന്നെ ഇതുപോലെ എന്തെങ്കിലും കേസുമായിട്ട് വന്നു കഴിഞ്ഞിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു വീഡിയോ, ഈ ഒരു വൈറൽ വീഡിയോയിൽ യാതൊരു വിധത്തിലുള്ള തെളിവുമില്ല. ഞാൻ പറയുന്നതല്ല. ഇനിയിപ്പോൾ അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. മൊത്തം ഇതന്നെയുള്ള വീഡിയോ. റീലാണെങ്കിലും ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ, തൊട്ട് ബാക്കിൽ തന്നെ ഒരുപാട് സീറ്റുകൾ ഒഴിഞ്ഞിരിക്കുന്നുണ്ട്. സംഭവം ജെന്യൂനിറ്റിയോട് കൂടെ റീൽ ചെയ്താൽ നന്നായിരിക്കും. കമൻറ്റ് ബോക്സിൽ മൊത്തം ഇതിനെക്കുറിച്ച് തന്നെയാണ് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സീറ്റ് ബാക്കിൽ ഒഴിവുണ്ടല്ലോ, അപ്പോൾ അവളുടെ അടുത്ത് തന്നെ പോയി ഇരിക്കണോ എന്നാണ് ചോദിച്ചത്. അപ്പം അതും കൂടി നോക്കി ചെയ്യാമായിരുന്നു. നെക്സ്റ്റ്, ഈ വൃത്തികെട്ട ട്രെൻഡ് ഇനിയും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. അപ്സാക്കെ റെജി എന്നൊരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണിത്. കൊട്ടാരക്കര കൊല്ലം KSRTC ബസ്സിൽ വെച്ച് ആ അടുത്തിരിക്കുന്ന ചേട്ടൻ ഈ കുട്ടിയോട് മോശമായി പെരുമാറിയെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ 100 വട്ടം കണ്ടു നോക്കിയാലും ആ ചേട്ടൻ മോശമായിട്ട് പെരുമാറുന്നത് കാണാൻ പറ്റില്ല. ഏതൊരു മനുഷ്യനും ബസ്സിൽ ഇരിക്കുന്ന പോലെ അദ്ദേഹവും അവിടെ ഇരിക്കുന്നു. ഇത് പക്ക റീച്ചിനും ട്രെൻഡ് ആവാനും വേണ്ടി മാത്രം ചെയ്യുന്ന തോന്നിവാസമാണ്. 57 ലക്ഷം പേരാണ് ഈ വീഡിയോ കണ്ടിരിക്കുന്നത്. പക്ഷെ ആ ചേട്ടന്റെയും കുടുംബത്തിന്റെയും ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? ഇനി മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിച്ചും റീച്ച് ഒപ്പിക്കാൻ നടക്കുന്നവരെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി പറയാം. നാളെ എനിക്കോ നിങ്ങൾക്കോ നമുക്ക് ആർക്കും ഈ ഒരു അനുഭവം വരാം. ചെയ്യാത്ത തെറ്റിന് നമ്മളും മോശക്കാരാകാം. ഇതിനിടയിലൂടെ തെറ്റ് ചെയ്യുന്നവർ രക്ഷപ്പെട്ടു പോകാം. തല കറങ്ങിയാൽ പോലും ബസ്സിലോ അല്ലെങ്കിൽ പബ്ലിക്കിലോ ഒരു സ്ത്രീയുടെ അടുത്തിരിക്കാനും ഒരു ക്യൂവിൽ അടുത്ത് നിൽക്കാനും പുരുഷന്മാര് പേടിക്കും. ആണിന് പെണ്ണിനെയും പെണ്ണിന് ആണിനെയും മനുഷ്യന്മാർക്ക് പരസ്പരവും ആർക്കും ആരെയും വിശ്വാസമില്ലാതെയാവും. പരസ്പരം ശത്രുക്കളാവും, പേടിയാവും. ഏറ്റവും വലിയ പ്രശ്നം ഇതൊന്നുമല്ല. 100 കണക്കിന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പബ്ലിക് ട്രാൻസ്പോർട്ടുകളിലും പൊതുസമൂഹത്തിലും ദിവസവും ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ തന്നെ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അവരുടെ പോലും വിശ്വാസ്യതയാണ് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇല്ലാതെയാക്കുന്നത്. നാളെ ഒരു പെൺകുട്ടി പരാതി പറഞ്ഞാൽ സമൂഹം അവരെ സംശയത്തോടു കൂടി കാണും, ജഡ്ജ് ചെയ്യും, സഹായിക്കാൻ മടിക്കും. അതുകൊണ്ട് സ്ത്രീകൾ വേണം ഇത്തരം തോന്നിവാസങ്ങൾക്കെതിരെ ആദ്യം പ്രതികരിക്കാൻ. ഒരു തവണ കൂടി പറയട്ടെ, മറ്റുള്ളവരുടെ ജീവിതം തൊലച്ചും റീച്ച് കൂട്ടാൻ നടത്തുന്ന ഇത്തരം വൃത്തികെട്ട ട്രെൻഡ് ഇനിയും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. കറക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ സാധനം മൊത്തത്തിലുണ്ട്. ആളുകൾ മടിക്കും. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് ബസ്സിൽ നിന്ന് തൊട്ടടുത്ത് തന്നെ നമ്മുടെ അടുത്ത് ഇരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് കുറച്ച് പ്രായമുള്ള ഒരാളുടെ അടുത്ത് ഇരുന്നിട്ട് എന്തെങ്കിലും, പ്രായമുള്ളവർ അല്ലാത്തവർ എന്തെങ്കിലും ആവട്ടെ, ഇനി പ്രായം കുറഞ്ഞവരാവട്ടെ, എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും ഒരു മോശമായിട്ട് അനുഭവം ഉണ്ടായി എന്ന് ഉറക്കെ വിളിച്ച് പറയുമ്പോൾ മിക്ക ആളുകളും അതിൽ പോയി ഇടാതിരിക്കാൻ ശ്രമിക്കും. ഓക്കെ, കാരണം നാളെ എന്തെങ്കിലും കേസ് വരും.
നാളെ ഇതിനാണോ നീ സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് കേസ് വരും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനത്തിനൊക്കെ കേസ് കൊടുക്കാൻ വേണ്ടത്. ഇനി എന്ത് സംഭവിച്ചു എന്തെങ്കിലും ആവട്ടെ, തെളിവില്ലാതെ പോരാത്തതിന് ഇങ്ങനൊരു സാധനം ഇൻസ്റ്റഗ്രാമിലും കൊണ്ടുപോയിട്ട് അവരുടെ ജീവിതം നശിപ്പിക്കുക. ഇതിനല്ലേ പോലീസും കോടതിയും വക്കീലും ഒക്കെ ആയിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഈ സാധനത്തിൽ ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞാൽ ഈ കണ്ട സാധനം മൊത്തം കൊണ്ടുപോയിടാനുള്ള സാധനം അല്ല. ഡേയ്സ് ഇൻ കേരള ഇപ്പോൾ വൈറലായനെ. കമന്റ് നോക്കിയേ, നിർത്തി, ഇതോടെ ബസ്സിൽ പോകുന്നത് നിർത്തി. ഇനി ബസ്സിന്റെ എണ്ണമൊക്കെ കുറയ്ക്കേണ്ടി വരുമോ? എന്തെങ്കിലുമൊക്കെ ചെയ്ത് വൈറലാവണം പെട്ടെന്ന്. കുരു ബാക്കി നിൽക്കുന്നവൻ എന്നെ കയറി പിടിച്ചെന്ന് പറഞ്ഞ് ഇനി ഇതിന്റെ നിയമവശങ്ങൾ നോക്കാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ത്രീ നിങ്ങളുടെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു, അവളുടെ ഉദ്ദേശം വൈറൽ ആവുക എന്ന് മാത്രമാണ്. അവൾക്കൊരു സംഭവവും സംഭവിച്ചിട്ടില്ല, നിങ്ങളൊരു കുറ്റവും ചെയ്തിട്ടില്ല. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മാനഹാനി ഉണ്ടായിരിക്കുകയാണ്. ഈ സിറ്റുവേഷനിൽ പോലീസിൽ പരാതി കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ആ പുരുഷന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പറ്റും. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 356 ഡിഫമേഷന്റെ ബേസിൽ 2 വർഷം വരെ ജയിലിൽ കിടക്കാവുന്ന കുറ്റമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതേപോലെ ഈ സ്ത്രീക്കെതിരെ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഡിഫമേഷന് കോമ്പൻസേഷൻ ചോദിച്ചുകൊണ്ട് സിവിൽ റൂട്ടിൽ സിവിൽ കോടതികളെ സമീപിക്കാൻ പറ്റുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിന് നിങ്ങളൊരു വക്കീലിനെ കാണുക എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ വഴി ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ട്രെയിനിലും ബസ്സിലും സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്ന ആണുങ്ങളെയല്ല, അതേപോലെ തന്നെ തോന്നിവാസം കാണിക്കുന്ന ആണുങ്ങളെയല്ല. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ആ സാധു മനുഷ്യരെയാണ്. ഏതെങ്കിലും ഒരു നാൾ ഏതെങ്കിലും ഒരു സ്ത്രീ ഇങ്ങനെ വെറുതെ വീഡിയോ ഇട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് അയാൾക്ക് മാനഹാനി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ സഫർ ചെയ്യുന്ന വിക്ടിം ആയിട്ടുള്ള പുരുഷന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എന്നുള്ള കാര്യം മനസ്സിലാക്കുക, അല്ലാതെ ആ വൃത്തികെട്ട ആണുങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈ ആ വീഡിയോയിലുള്ള വയോധികന്റെ ആളുകൾ, ഫാമിലീസ്, റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. അവർക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാലേ പഠിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നാളെ നമ്മൾ ഇതുപോലുള്ള ഏതെങ്കിലും കേസിൽ പോയി പെടും, എന്നിട്ട് നാണം കെടും. സത്യം ചെരുപ്പിടുമ്പോഴേക്ക് ലോകം പ്രചരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ കേസും കൂട്ടുമായിട്ട് പോലീസും വക്കീലുമായിട്ട് പോയിട്ട് കാര്യം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ കേസും കൂട്ടുമായിട്ട് പോയിട്ട് എന്താ കാര്യം? 50 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. എന്തായാലും അവരുടെ റിലേറ്റീവ്സ്, വീട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, നാളെ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഓരോന്നിനും എടുത്ത് ജയിലിൽ കൊണ്ടുപോയിടുന്നത് നല്ലതാണ്. കുറച്ചങ്ങോട്ട് കിടക്കട്ടെ, നീ അങ്ങോട്ട് പഠിക്കട്ടെ. ലോയർ ബ്രോ പറഞ്ഞ പോലെ തന്നെ ഞാനും പറയുന്നു, സവാദിനെ പോലെയുള്ള ആളുകളെ കുറിച്ചല്ല പറഞ്ഞത്, നിരപരാധിയായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, നാണം കെട്ട ഇമാതിരി ചെറ്റത്തരം കാണിക്കുന്ന ഇവളെയൊക്കെ വൈറലാക്കാതെ പിടിച്ചങ്ങ് എയറിലാക്കണം. ഇതുപോലെയുള്ളവൾമാർ കാരണം നല്ല സ്ത്രീകൾക്കും കൂടിയാണ് ചീത്തപ്പേര് കേൾക്കുന്നത്. ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ഇത് മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയ വീഡിയോ ആണെന്ന്. വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രതികരിച്ച് വന്നിട്ടുള്ളത് ലേഡീസാണ്. കാരണം ഇതൊക്കെ ഈ നോട്ടം കണ്ടോ? ഈ നോട്ടം കണ്ട ആ കണ്ണ് കുത്തി പൊട്ടിക്കാൻ തോന്നുന്നുണ്ട് സത്യത്തില്. ഏതൊരു പാവപ്പെട്ടവും പോയിട്ട് അവളുടെ കെണിയിൽ വീഴുകയും ചെയ്തു. കൊറോണ കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞു, എന്നിട്ടും ചേച്ചി മുഖത്തു നിന്ന് മാസ്ക് ഊരിയിട്ടില്ല. പക്ഷെ കോമഡി അതൊന്നുമല്ല, ചേച്ചി ഈ വീഡിയോയിൽ മാത്രമേ മാസ്ക് ഇട്ടിട്ടുള്ളൂ. ചേച്ചിയുടെ അക്കൗണ്ടിലെ ബാക്കിയുള്ള ഒരു വീഡിയോസിലും ചേച്ചി മാസ്ക് ഇട്ടിട്ടില്ല. അതിനർത്ഥം ഇത് ഇവൾ കരുതിക്കുട്ടി മനഃപൂർവ്വം റീച്ച് ഉണ്ടാക്കാൻ ചെയ്ത പരിപാടിയാണ്. ഇവൾക്കൊക്കെ ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ വല്ല കാറിലും കയറി പോയാൽ പോലെ എന്തിനീ KSRTCയിൽ കയറാൻ നിൽക്കണം? ഈ വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിച്ചിട്ട് എന്ത് തേങ്ങ കിട്ടാനാണ്? ഞാനൊരു പെണ്ണാണ്, എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് തെറ്റായിട്ടൊന്നും തോന്നിയില്ല. ഒരു പ്രായമായ മനുഷ്യൻ അടുത്തിരിക്കുന്നു, ഇവൾ അയാളുടെ വീഡിയോ എടുക്കുന്നു. ഇപ്പം ഇതൊരു ട്രെൻഡാണല്ലോ, ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ചെയ്താൽ പെട്ടെന്ന് വൈറലാകാം, പിന്നെ നാട്ടുകാരുടെ പ്രശംസയും പിടിച്ചു പറ്റാം. പിന്നീട് അങ്ങോട്ട് അക്കൗണ്ട് റീച്ച് ആകുന്നു, ഇന്റർവ്യൂ വിളിക്കുന്നു. പക്ഷെ ചേച്ചി ഉദ്ദേശിച്ചതൊന്നും ഇവിടെ നടന്നില്ല, പണി ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. ചേച്ചി ഒരു കാര്യം പറയാം, ഇനി അയാളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു മോശം അവസ്ഥ ഉണ്ടായെന്നിരിക്കട്ടെ, അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താണ് വേണ്ടത്? വീഡിയോ എടുത്ത് തെളിവിന് കയ്യിൽ വെച്ച ശേഷം ആ സ്പോട്ടിൽ തന്നെ അയാളുടെ ചെവിക്കല്ല് നോക്കി ഒന്ന് പൊട്ടിക്കണം, എന്നിട്ട് പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. അതാണ് വേണ്ടത്. പക്ഷെ ചേച്ചിയുടെ ഉദ്ദേശം അതൊന്നുമല്ലായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ പുള്ളിയുടെ മുഖം മറച്ചു വെച്ചതും ചേച്ചി മാസ്ക് ധരിച്ചത്. എന്തായാലും ചേച്ചി ഉദ്ദേശിച്ചത് വൈറലാകാനാണ്. പക്ഷെ ചേച്ചി ഇപ്പോൾ ഉള്ളത് എയറിലാണ്. സത്യം, ഒരു റീല് ഇട്ടതാ, ഒന്നല്ല 2 എണ്ണം, 2 അല്ല, അതിൻ്റെ മുമ്പേയും പല റീലുകളും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ ആണ് ആളുകൾ എടുത്തിട്ട് ഇങ്ങനെ എക്സാമ്പിളായിട്ട് പറയുന്നില്ലേ. നെക്സ്റ്റ് നോക്കാം. ഈ വീഡിയോ കണ്ടപ്പോൾ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും നമ്മളിപ്പോൾ AI ആശ്രയിക്കുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഈ വീഡിയോ ഗൂഗിൾ ജെമിനി ഒന്ന് കാണിച്ചു നോക്കാം. ജെമിനിക്ക് പറയാനുള്ളത് നമുക്ക് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം, അതിനുശേഷം നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. ഫസ്റ്റ് നമ്മളിപ്പോൾ ജെമിനി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ജെമിനിയുടെ
ആ ഒരു ക്യാമറ സെക്ഷൻ ഓൺ ആക്കിയിട്ട് ഈ വീഡിയോ നമുക്ക് പ്ലേ ചെയ്ത് കൊടുക്കാം. ജെമിനി, ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിക്കും. ആ ഒരു വീഡിയോയിൽ കാണുന്ന ദൃശ്യം വെച്ചിട്ട് ആ ഒരു സ്ത്രീയുടെ അടുത്തിരിക്കുന്ന പുരുഷൻ ബസ്സിലാണ്, അവർ ഒരു സീറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു പുരുഷൻ എന്തെങ്കിലും അപമര്യാദയായിട്ട് ആ ഒരു സ്ത്രീയോട് പെരുമാറുന്നുണ്ടോ എന്ന് നീ നോക്കിയിട്ട് പറയണം. തീർച്ചയായും. ഇതാണ് ജെമിനി വീഡിയോ. വീഡിയോ കണ്ടിട്ട് നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? വീഡിയോയിൽ കാണുന്ന ദൃശ്യം വെച്ച് പുരുഷൻ അപമര്യാദയായി പെരുമാറുന്നതായി എനിക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. ഓക്കെ, അപ്പം എഐക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എഐക്ക് പോലും തെളിയിക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും മോശമായിട്ടുണ്ടോ എന്നുള്ളത് ഒന്നുമില്ല. കണ്ടില്ല ഗൈസ്, എന്റെ കടച്ചക്കമ്മയാൾ തൊട്ടു. ഇനി KSRTC ബസ്സിൽ എങ്ങനെ പോവും? ഞാൻ പ്രതികരിക്കാൻ പോവാ, ഞാൻ മോന്തൊക്കെ അടിക്കാൻ പോവാ. താന്റെ കടച്ചക്ക പിടിച്ചില്ലടോ, എന്റെ ജീവിതം പോയി. ഹലോ ഗൈസ്, ഞാനിപ്പോഴും നമ്മുടെ KSRTC ജീപ്പാണല്ലേ. എനിക്ക് നേരിട്ട ഒരു ദുരനുഭവം മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കുന്ന സമയത്ത്, ഈ വീഡിയോ ഇത്ര റീച്ചായി പോകുന്ന സമയത്ത്, അതിനുള്ള ധൈര്യം കാണിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ആ തക്ക സമയത്ത് പ്രതികരിക്കാതിരുന്നത്? ആ ബസ്സിലെ കണ്ടക്ടർ ഇല്ലായിരുന്നു, അയാൾക്ക് എന്താ വിവരം അറിയിക്കാതിരുന്നത്? അല്ലെങ്കിൽ അവിടെ വെച്ച് ഇത് തന്നെയാണ് ഈ കേരള സമൂഹം ഒന്നടങ്കം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് സ്പോട്ടിൽ പ്രതികരിച്ചില്ല? വീഡിയോ എടുത്തിങ്ങനെ രണ്ട് തല ഇങ്ങനെ ആട്ടി വീട്ടിൽ വന്ന് ഏത് സോങ്ങാണ് ഇന്ന് ട്രെൻഡിങ് ഉള്ളത്, ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ റീലിട്ടാൽ ട്രെൻഡിങ് ആവാൻ പറ്റിയ സോങ് ഏതാ? കിട്ടി, അത് ആഡ് ചെയ്ത് മ്യൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത്. പറയൂ മകളെ, ഇതിനൊക്കെ സമൂഹം, ഈ കേരള സമൂഹം ഒന്നടങ്കം ചോദിക്കുന്നതിനുള്ള ആൻസർ പറയൂ. മാസ്ക് ഇട്ട പെൺകുട്ടി ബസ്സിൽ കയറി എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് കണ്ട ഞാൻ ഇനിയിപ്പോൾ മാസ്ക് ഇട്ട ആളുകളെയും പേടിക്കണോ? ഇത് വല്ലാത്ത ശല്യമായല്ലോ ഇത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നാളെ ഈ സാധനം തിരിഞ്ഞ് ഈ വീഡിയോയിലുള്ള പ്രായമായിട്ടുള്ള ആൾ തന്നെ ഇതുപോലുള്ള എന്തെങ്കിലും സംഭവമായിട്ട് പിന്നെയും വന്നു കഴിഞ്ഞാൽ അന്നേ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് വരണ്ട. കാരണം ഇവിടെ തെളിവില്ലാതെയാണ് തൊട്ടടുത്തുള്ള ഒരാൾ, നല്ലപോലെ ഇരിക്കുന്ന ഒരാളുടെ വീഡിയോ എടുത്തിട്ട് ഇയാൾ മോശമായിട്ട് ഓരോന്ന് ചെയ്തു എന്നും പറഞ്ഞിട്ട് റീലിട്ട് വൈറലാവാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോഴാണ് ഇവിടെ ആളുകൾ ഇതിനെക്കുറിച്ച് പല കാര്യങ്ങളും ചോദിച്ചു വന്നത്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയ വീഡിയോ ആയിട്ട് കാണാം.